ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നോമ്പ് 8-ാം ദിവസത്തെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. അപ്പോൾ പത്തിരിക്ക് വേണ്ടി മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. മാവ് കുഴക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാവ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഇവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പത്തിരി എല്ലാം ചുട്ടതിന് ശേഷം തരിക്കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പത്തിരിക്ക് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് കറിയാണ് കേട്ടോ. ഇപ്പോൾ തെരിക്കഞ്ഞിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തെരിക്കഞ്ഞിക്കുള്ള തേങ്ങാപ്പാലൊക്കെയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഇവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് കലക്കുകയാണ്. അപ്പോൾ എന്നും പക്കവടയും ബജ്ജി ഇതൊക്കെ തിന്നും അടുത്ത് അപ്പം ഇന്ന് നേന്ത്രപ്പഴം പൊരിക്കാമെന്ന് വിചാരിച്ചത്. അതിനുള്ള മാവാണ് കലക്കിയിട്ടുള്ളത്. അത് നേന്ത്രപ്പഴം പൊരിക്കുകയാണ് ഇവിടെ. വെളിച്ചെണ്ണയിലാണ് പൊരിക്കണത്. പക്ഷെ എന്താണെന്നറിയില്ല, അങ്ങനെ പത അങ്ങനെ വരിയുണ്ട്. വെളിച്ചെണ്ണ ഒരു സുഖമില്ലാതെ തോന്നുന്നു. ബീഫ് കറി ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ കാണുന്നില്ല. പിന്നെ ഫുഡ് ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഇരിക്കണ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സേവ് ആക്കാൻ വിട്ടുപോയി തോന്നുന്നു. അപ്പോൾ പഴംപൊരി ഇവിടെ ഒരു ട്രിപ്പ് പൊരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് പൊരിക്കുകയാണ്. ഈ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ചില കാര്യങ്ങളൊക്കെ വിട്ടു പോവുകയാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
അപ്പോൾ അതവിടെ പഴം പൊരിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോമ്പ് തുറക്കണ ഒരുവിധം പണികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിള്, അനാറ്, മുസബി, ചക്കരമത്ത, പിന്നെ മുന്തിരി വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാതും മേശപ്പുറത്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ഏകദേശം ടൈം അടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കലക്കിയ വെള്ളമൊക്കെ വീത്തിയിട്ട് മേശമ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും നോമ്പ് തുറക്കൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നോമ്പ് തുറക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ കുടിക്കണ വീഡിയോ ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ സേവ് ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.